അപ്പോൾ നമ്മൾ വേർഡ് പ്രസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ, അതും ലോക്കലായിട്ട് നമ്മൾ ഹോസ്റ്റിങ്ങും ഡൊമൈനൊന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യണില്ല. നമ്മളെ കമ്പ്യൂട്ടറിനെ സെർവറാക്കി യൂസ് ചെയ്തിട്ട് അതിലൊരു വേർഡ് പ്രസ്സാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ ലാസ്റ്റ് ഒരു ഡൊമൈൻ ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്ത് അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് അതിന് പറയാം. ലോക്കലായിട്ട് നമുക്ക് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്, ലോക്കൽ WP എന്ന് പറഞ്ഞിട്ട്. നമ്മളെ കമ്പ്യൂട്ടറിൽ തന്നെ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ലോക്കൽ WP. അപ്പോൾ ഗൂഗിളിൽ ലോക്കൽ WP എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ ഡൗൺലോഡ് കൊടുത്താൽ ഒരു ഫോം വരും. അതിൽ നമ്മൾ ഏത് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്, മാക്ക് ആണെങ്കിൽ മാക്ക്, അല്ലെങ്കിൽ വിൻഡോസ് ഏതാണ്. ഞാൻ മാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് ഏതാണെന്ന് ഇവിടെ കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങളെ പേരും പിന്നെ ജിമെയിലും കൊടുത്തിട്ട് ഇവിടെ എന്ത് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല, ഒരു ഫോമാണ്. ഗെറ്റ് ഇറ്റ് നോ കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവും. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലോക്കൽ WP എന്നുള്ളത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ട് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യൽ നോർമലായിട്ട് നിങ്ങളൊരു സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണ പോലെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അങ്ങനെ ഞാൻ ലോക്കൽ WP ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലോക്കൽ WPൻ്റെ ഡാഷ്ബോർഡ് വരിക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതായിരുന്നു. ഇതിൽ നമുക്ക് എത്ര വേണമെങ്കിലും വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നമ്മളെ കമ്പ്യൂട്ടറിൽ തന്നെ. നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബ്രൗസറിൽ മാത്രമേ ഈ വെബ്സൈറ്റ് കാണാൻ പറ്റുള്ളൂ. അതായത് നമ്മളെ കമ്പ്യൂട്ടറാണല്ലോ സെർവറാക്കി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പുതിയൊരു വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് താഴെ കോർണറിലൊരു ആഡ് സൈറ്റ് ഒരു ബട്ടൺ കാണും, ആഡ് ബട്ടൺ. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടിന്യൂ കൊടുത്താൽ മതി. ക്രിയേറ്റ് എ ന്യൂ സൈറ്റ്, കണ്ടിന്യൂ ഒരു പേര് കൊടുക്കാം. ഞാൻ ഡെമോ എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഒന്നും ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതെന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കട്ടോ. സൈറ്റിൻ്റെ പേര് വരിക, നമ്മളെന്താണോ പേര് കൊടുത്തത് അത് .local എന്നാണ് വരിക. നമ്മൾ ഈ സൈറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബ്രൗസറിൽ demo.local സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വെബ്സൈറ്റ് കാണാൻ പറ്റും. അതും നമ്മളെ കമ്പ്യൂട്ടറിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഇവിടെ ജസ്റ്റ് പ്രിഫേർഡ് കൊടുത്താൽ മതി. കസ്റ്റം ഒന്നും ഇപ്പോൾ കൊടുക്കണമെന്നില്ല. നമുക്ക് PHP വേർഷൻ ഏതാണെന്നൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പ്രിഫേർഡ് കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. റൂട്ട് അഡ്മിന് നമ്മൾ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിലൊരു യൂസർ ഉണ്ടാവും. ആ യൂസർ വഴിയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുക. ആ യൂസറിൻ്റെ റോള് അഡ്മിനിസ്ട്രേറ്റർ ആവും, മെയിൻ അഡ്മിൻ ആവും. ആ യൂസർക്ക് ഫുൾ കൺട്രോൾ ഉണ്ടാവും വെബ്സൈറ്റിൽ. യൂസറൊന്നും പാസ്വേഡ് 123 അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. ഇവിടെയും അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. ഈ മൾട്ടി സൈറ്റ് ഒന്നും ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ എങ്ങനെയെങ്കിലും പറയാം. മൾട്ടി സൈറ്റ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇമെയിലും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ കൊടുത്താൽ മതി. പക്ഷേ നമ്മളിത് സെർവർക്ക് മൈഗ്രേറ്റ് ചെയ്യണം, ഒരു ലൈവ് വെബ്സൈറ്റ് ചെയ്യുന്ന ടൈമിൽ ഇമെയിൽ കറക്റ്റ് ആവണം കേട്ടോ. ഇവിടെ നമ്മൾ ഡെമോ ചെയ്യല്ലേ. അപ്പോൾ ഇവിടെ ആഡ് സൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം ഉണ്ടാവും, ലോഡ് ആവാൻ കുറച്ച് ടൈം വരും, ഇൻസ്റ്റാൾ ആവാൻ. ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് വേർഡ് പ്രസ്. അപ്പോൾ ഇതാണ് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സൈറ്റ് മാത്രമേ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ഇവിടെ സ്റ്റോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടണൊക്കെ കാണും. ഇപ്പോൾ വെബ്സൈറ്റ് ആക്റ്റീവാണ് വേർഡ് പ്രസ്. അതിലിപ്പോൾ നമുക്ക് സൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ സൈറ്റ് ഈ ഒരു ബട്ടണില്ലേ, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സൈറ്റ് കാണാൻ പറ്റും. ഇതാണ് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡീഫോൾട്ട് പേജ് ഇതാവും വരിക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് ഒന്നും കൂടെ അതിൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞുതരാം. ഇതിൽ സൈറ്റ് ഫോൾഡർ എന്നുള്ളതുണ്ടല്ലോ, ഇതാണ് നമ്മൾ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത ഫയൽസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സൈറ്റ് ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ ഇത്രയും ഫയൽസാണ് നമുക്ക് വേർഡ് പ്രസ്സിന് ആവശ്യമുള്ളത്. പിന്നെ ഒരു ഡാറ്റാബേസും വേണ്ടി വരും. അപ്പോൾ ഈ ഫയൽ സ്ട്രക്ചറിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയേണ്ടത്. അപ്പോൾ സൈറ്റ് ഫോൾഡർ എടുത്തിട്ട് പിന്നെ ഈ സൈറ്റ് ഷെല്ലൊന്നും നമുക്കിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മളിപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോയിരുന്നു. ഡാറ്റാബേസും ഒന്നും നമ്മളിപ്പോൾ പറയണില്ല.
ജസ്റ്റ് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഒരു റിയൽ പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു കോഴ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാര്യം. അതും ലോക്കൽ ഹോസ്റ്റിൽ നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിൽ മാത്രമേ ഇപ്പോൾ ഇത് കാണാൻ പറ്റുള്ളൂ. പല ഹോസ്റ്റിങ് നമ്മൾ ലൈവ് ആക്കുന്ന ടൈമിൽ ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തിട്ട് അതിൽ ഇൻസ്റ്റാൾ ചെയ്യണ മെത്തേഡ് വേറെ ആവും. അത് നമ്മൾ വേറെ തന്നെ പറഞ്ഞുതരും. ലാസ്റ്റ് നമ്മൾ ഈ ഒരു ലോക്കലിൽ ചെയ്ത വെബ്സൈറ്റ് തന്നെ നമ്മൾ അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മളൊരു ഒരു ഹോസ്റ്റിംഗ് സർവീസ് പർച്ചേസ് ചെയ്തിട്ട് അതിലെങ്ങനെ, അതായത് cPanel എങ്ങനെയാണ് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലോക്കലായിട്ട് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഇവിടെ WP admin എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡിൽ കിടക്കാൻ പറ്റും. വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് ആ WP admin ക്ലിക്ക് ചെയ്താലും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണല്ലോ നമ്മളെ സൈറ്റ് വരുന്നത്. ഈ .ലോക്കൽ കഴിഞ്ഞതിന് ശേഷം സൈറ്റിൻ്റെ ഡൊമൈൻ കഴിഞ്ഞതിന് ശേഷം /WP-admin ഒരു ഇത് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചാലും ഈ ഒരു ലോഗിൻ പേജിലേക്ക് കിടക്കാൻ പറ്റും. നമുക്ക് എല്ലാ വേർഡ്പ്രസിൻ്റെയും ലോഗിൻ പേജിക്ക് ആ ഒരു URL ആണ് യൂസ് ചെയ്യുക. അതായത് WP-admin എന്നുള്ളത്. ഇത് പിന്നെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. ഈ URL ലോഗിൻ URL നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും പ്ലഗിനൊക്കെ വെച്ചിട്ട്. ഈ പ്ലഗിന് തീമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. പ്ലഗിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ അത് വലിയ സംഭവമൊന്നുമല്ല. അത് ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ അവിടെ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും ഉണ്ടല്ലോ, ഞാൻ user123 എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പാസ്വേഡ്. അത് ടൈപ്പ് ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിൽ കിടക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡും അതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതും നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇത്രയാണ് ലോക്കലി വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ.